എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ വർത്തമാനം കുടുംബ കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. വസന്തപള്ളിയും വാസുവേട്ടൻ്റെയും ശ്രവണിൻ്റെയും സാക്ഷിയുടെയും വേദിയുടെയൊക്കെ പേരിൽ ഞാൻ ഔപചാരികമായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഏട്ടൻ NKC മേക്കാട് എഴുതിയിട്ടുള്ള ഒരു കവിതയുടെ പരിചയപ്പെടുത്തലാണ്. അതിൻ്റെ കുറച്ച് ആസ്വാദനക്കുറിപ്പ് പങ്കുവയ്ക്കുകയും അതോടൊപ്പം അത് ആലപിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഈ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വർത്തമാന കുടുംബ കൂട്ടായ്മയുടെ ഒരു കണ്ണാടിയായിട്ടാണ് ഈ കവിത എനിക്ക് തോന്നിയത്. ഈ കുടുംബ കൂട്ടായ്മയെ ഒരു പൂമരത്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വസന്തകാലത്ത് പൂത്തു നിൽക്കുന്ന നിറയെ പൂവുകളുള്ള ഒരു പൂമരം. വസന്തകാലം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നിത്യ വസന്തകാലം എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അഡ്മിൻ മാറുന്നില്ലല്ലോ, എന്നോ ഒരു അഡ്മിനാണല്ലോ, ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ പൂമരങ്ങളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള പൂക്കൾ നിറം കൊണ്ടും ആകാരം കൊണ്ടും സുഗന്ധം കൊണ്ടും അതിൻ്റെ സൗന്ദര്യം കൊണ്ടൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂക്കളെയാണ് ഈ കവിത നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിൽ ഒഴിഞ്ഞുപോയ പൂക്കളുടെ പരിമളം പോലും അനുഭവവേദ്യമാക്കി തീർക്കുന്നുണ്ട് ഈ കവിത എന്നുള്ളതാണ് ഒരു സവിശേഷത. മറ്റൊരു സവിശേഷത, നമ്മൾ ഈ കവിതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാനം, നമുക്കൊരു സ്ഥാനമുണ്ടെന്നും നമ്മുടെ സ്ഥാനം എവിടെയാണെന്നും നമുക്ക് ഈ കവിതയിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതായത് ഈ കുടുംബ കൂട്ടായ്മയുടെ ഓരോ അംഗത്തിനെയും ചേർത്ത് പിടിച്ചും കൊണ്ടാണ് ഈ കവിത മുന്നോട്ട് ഒഴുകുന്നത്. കവിതയുടെ ആ വിഷയം എന്താണ്, ആ വിഷയത്തിനോട് കവിത പൂർണ്ണമായും നീതി പുലർത്തിയെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കവിത എന്ന് പറയുന്നത് പറഞ്ഞതിലപ്പുറത്തേക്ക് പറയുന്ന ഒരു ഭാഷയാണെന്നാണ് കൽപ്പറ്റ നാരായണ മാഷൊക്കെ പറയുന്നത്. ആരർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനകത്തൊരു പൂവായിട്ടല്ല എനിക്ക് തോന്നിയത്. പൂക്കളിൽ നിന്ന് മധു നുകരാൻ വേണ്ടി വാറി നടക്കുന്ന വണ്ടായിട്ടോ ചിത്രശലഭങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, കവിത മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളത്തേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് പല ആശയങ്ങളും സന്നിവേശിപ്പിക്കാനുള്ള ശക്തി കൂടി ഈ കവിതയ്ക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് നദോന്നത എന്ന വൃത്തത്തിലാണ് ഈ കവിത രചിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ നദോന്നത വൃത്തത്തിൽ രചിക്കപ്പെട്ടുള്ള കാവ്യങ്ങൾ ഒരു വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലാണ് പാടാറുള്ളത്. പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വേറെയും കുറെ കാവ്യങ്ങൾ, ഇപ്പോൾ കുമാരനാശന്റെ കരുണ എന്ന കാവ്യം നദോന്നത വൃത്തത്തിലാണ്. പക്ഷെ അത് വഞ്ചിപ്പാട്ടിന്റെ രൂപത്തിലല്ല. കാരണം അതിനൊരു ശോകമയമായ ഭാവമാണ് ആ കവിതയ്ക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് മറ്റൊരു രീതിയിലാണ്, ഒരു ശോകത്തിന്റെ രീതിയിലാണ് അത് സാധാരണ പാടാറുള്ളത്. സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി, അങ്ങനെ ഒരു ശോകഭാവത്തിലാണ് അത് ചൊല്ലാറുള്ളത്. പക്ഷെ ഈ കവിത ഞാനിപ്പോ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ തന്നെയാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു ആഹ്ലാദത്തിന്റെ, ഒരു ആഘോഷത്തിന്റെ ഭാവമാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ ആലാപനത്തിലേക്ക് കടക്കട്ടെ. പത്തം പത്തായോണം വന്നേ പുത്തൻ പോലത്തോണം വന്ന് വർത്തമാന കൂട്ടായ്മയും പൂത്തുലയും വേദത്തിന്റെ വെളിച്ചവും ആദർശത്തിൻ ചൂടും നൽകി വേദത്തിലുള്ള തിരികളായി കത്തിരുന്ന നിലവിളക്കച്ഛൻ വന്നാൽ അത് സ്നേഹം കൃത്യമായി ചൊരിഞ്ഞുകൊണ്ടമ്മയും ചേർന്നു. മക്കളുടെ മക്കളവരുടെ മക്കൾ തൊട്ടുള്ളവരല്ല വർത്തമാനക്കാർ. പാട്ടുപാടി കൊട്ടുകൂടി കളിമുറ്റത്തടി കൂടി കുട്ടികളും ഉത്സാഹികൾ വർത്തമാനത്തിൽ ഓടിത്തിത്താരാതിത്തിക്കൈ
വിദ്യാർത്ഥികൾ അധ്യാപകർ അഭിനയ മികവുള്ളൂ വിദ്യാഭ്യ രചനകൾ അതിസമർത്ഥർ പാചകക്കസത്തിലെല്ലാം അസാധ്യമം കഴിവുള്ളൂ പാചകത്തിൻ രോചകത്തിൽ അതിവിദഗ്ധർ ചാച്ചലോച്ചവട്ടം കൂടിമാറും സംവാദങ്ങൾ ചർച്ച ചാനൽ സോദരരെ കണ്ടു പഠിക്കൂ ഭക്തിയുക്തിയവക്തിയിൽ ആശയത്തിൽ ആദർശത്തിൽ വ്യക്തിഭാവം ഭിന്നമെന്നല്ല ഭിന്നരെന്നും ഉല്ലസിച്ചു നിന്നുമെന്ന് പുതുമയിൽ വർത്തമാനം തിളങ്ങട്ടെ വർത്തമാനമായി പത്തം പത്തയോണം വന്ന് പുത്തൻ കോലത്തോളം വന്ന് വർത്തമാനം കൂട്ടലയും പുതുലയുണ്ട്